കൊച്ചി മാടവനയിൽ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. മാടവനയിൽ ട്രാഫിക് സിഗ്നൽ ഇടിച്ചാണ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ബസ് അപകടം നടന്നിരിക്കുന്നു. നമുക്ക് ഈ ബസ് കണ്ടാൽ അറിയാം വലിയൊരു അപകടമാണ് നടന്നിട്ടുള്ളത്. എന്തെല്ലാമാണ് വിവരങ്ങൾ? എത്ര പേർക്ക് പരിക്കുണ്ട്? അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയുന്നുണ്ടോ ജിജീഷ്? വിനോദ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു ഈ ഒരു അപകടത്തിൽ എന്നതാണ്. ദാരുണമായ ആ ഒരു അപകടം തന്നെയായി മാറിയിരിക്കുന്നു. ബൈക്കിന് മുകളിലേക്കാണ് ഈ ബസ് മറിഞ്ഞു വീണത്. ബൈക്ക് യാത്രക്കാരനായ ജിജോ സെബാസ്റ്റ്യൻ മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. മറ്റ് 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ അടക്കമാണ് എത്തിച്ചിരിക്കുന്നത്. വണ്ടി തെന്നി മറിഞ്ഞു വീഴുകയായിരുന്നു. സിഗ്നലിൽ ഇടിച്ചു കയറി അവിടെ നിന്ന് തൊട്ടടുത്ത് നിർത്തിയ ബൈക്കിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന ഒരു വിവരം. വാഹനത്തിന് അമിത വേഗതയുണ്ടായിരുന്നു. ഇത്തരത്തിൽ വാഹനങ്ങളെല്ലാം വലിയ വേഗത്തിലാണ് പോയിരുന്നത് എന്നൊരു കാര്യം നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അപകടത്തിൽപ്പെട്ട ബസ്, കല്ലടയുടെ ബസ് ഉയർത്തിയതിനു ശേഷം, ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയതിനു ശേഷം മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മാടവന ജംഗ്ഷനിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. 47ഓളം യാത്രക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ 47 യാത്രക്കാർ ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരന്റെ നില ആദ്യഘട്ടത്തിൽ ഗുരുതരമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ ഒരു അപകടത്തിന്റെ സാഹചര്യം തന്നെയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരടക്കം ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. വലിയ തോതിൽ തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റുണ്ട്. ഈ പരിക്കേറ്റവരിൽ എത്ര പേരുടെ സ്ഥിതിയാണ് കൂടുതൽ ഗുരുതരം എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി വരുന്നതേയുള്ളൂ. ആശുപത്രിയിൽ നിന്ന് വ്യക്തമാകുന്നത് അനുസരിച്ച് 7 പേരുടെ നില ഗുരുതരമാണ്. മറ്റു ചില ആളുകൾക്ക് നിസാര പരിക്കേറ്റതായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു സാഹചര്യത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ തീവ്ര പരിചരണ വിഭാഗത്തിലും നിരീക്ഷണത്തിലുമെല്ലാമായി കഴിയുകയും ചെയ്യുന്നു. എന്നാൽ മുഴുവൻ 50ഓളം പേർക്ക് ഇരിക്കാവുന്ന വിധത്തിലായിരുന്നു സീറ്റിംഗ് കപ്പാസിറ്റി ആയിരുന്നു ബസ്സിന് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 47ഓളം യാത്രക്കാരും ഉണ്ടായിരുന്നതായാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാവുകയും ചെയ്യുന്നത്. കൊച്ചി മാടവനയിൽ ഒരു ദാരുണമായ അപകടമുണ്ടായിരിക്കുന്നു. കല്ലട എന്ന് പറയുന്ന അന്തർ സംസ്ഥാന ബസ്സാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം. ആ ബസ് ഇടിച്ചാണ് ഒരു ബൈക്ക് യാത്രികൻ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കല്ലട ബസ്സിനെ സംബന്ധിച്ച് നേരത്തെയും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ബസ്സിനെ സംബന്ധിച്ച്. എന്താണ് ജിജീഷ് അവിടെ ഉള്ള ആളുകൾ പറയുന്നത്? ഈ ബസ്സിൻ്റെ അമിത വേഗത്തെപ്പറ്റി അങ്ങനെ ആളുകൾ പറയുന്നുണ്ടോ? ഈ സംഭവം നേരിൽ കണ്ടവർ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ ജിജീഷ്? ഇപ്പോഴും ആളുകൾ ഇതിന്റെ ഒരു വേഗതയെക്കുറിച്ചും പൊതുവെ ഇത്തരത്തിൽ അമിത വേഗതയിലാണ് ഈ വാഹനങ്ങൾ പോയിരുന്നത് എന്ന കാര്യമാണ് ഇവർ പ്രധാനമായും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. കാരണം ദുസാക്ഷികളായ ആളുകൾ അതിന്റെ വേഗതയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം തന്നെയാണ് പ്രധാനമായും ആരോപണമായി ഉയർത്തുന്നത്. അങ്ങനെയാണ് പ്രത്യേകിച്ച് മഴയായിരുന്നു. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ തന്നെ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു മഴയുടെ പശ്ചാത്തലത്തിൽ വാഹനം തെന്നി മറിഞ്ഞു വീണു എന്ന കാര്യമാണ് ഇവിടെ ദൃക്സാക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അമിത വേഗതയും ഇതിനൊരു കാരണമായിട്ടുണ്ട്. സിഗ്നലിലേക്ക് മറിഞ്ഞതിന് ശേഷം, അവിടെ സിഗ്നൽ ലൈറ്റുകളിൽ ഇടിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരു 9:30 ഈ ഒരു അപകടം നടന്നു എന്നൊരു വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത്. നിരവധി ആളുകളെ പരിക്കേറ്റ് അപ്പം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരും കടകളിലെ ജീവനക്കാരും എല്ലാമായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോഴും ആംബുലൻസ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിരവധി എണ്ണം രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇവിടെ എത്തിയിരുന്നു. അതാണ് വലിയ അപകടമാണ് നടന്നിരിക്കുന്നത്. നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള പാതകൾ, ഇത്തരത്തിലുള്ള റോഡുകൾ ഒന്നും സഞ്ചാരയോഗ്യമല്ല. മഴ പെയ്തു കഴിഞ്ഞാൽ കുഴി ഏത്, റോഡ് ഏത് എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ. ഇത്തരത്തിൽ വലിയ റോഡുകളൊന്നും സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു സാഹചര്യം. അവിടെയാണ് ഇത്തരത്തിൽ കല്ലടയെപ്പോലെ പാഞ്ഞു വരുന്ന സ്വകാര്യ ബസ്സുകൾ. അവർക്ക്
പണമുണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ, കൂടുതൽ റൂട്ടുകൾ ഓടുക, കൂടുതൽ പണമുണ്ടാക്കുക. പക്ഷേ എത്രയോ ജീവനുകളാണ് ഇങ്ങനെ റോഡിൽ പൊലിയുന്നത്. ബൈക്ക് ആ ബൈക്കും കൂടി ഇടിച്ച് ആ ബൈക്ക് എടുക്കാൻ വേണ്ടി ക്രെയിൻ ഉപയോഗിച്ച് തന്നെ ബസ് ഉയർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത്രയ്ക്ക് ഈ വണ്ടി വടക്കുന്ന ഒന്നാണ് ബസ്. വടക്കുന്ന ഒന്ന് മഴയുണ്ടായിരുന്നു, മഴ വെള്ളം വീണ് കിടക്കണേണ്. പുള്ളി ചവിട്ടി സിഗ്നൽ കണ്ട് കിട്ടിയില്ല. നേരെ ഇപ്പുറത്തൊരു ബൈക്കാരനുണ്ടായി, പുള്ളിയുടെ മേത്തേക്കാണ് ഒന്ന് വീഴണ വണ്ടി ഇടിച്ച് നിൽക്കണത്. വണ്ടി ചവിട്ടി തിരിഞ്ഞിട്ട് നേരെ ഇടിക്കണത് നമ്മുടെ സിഗ്നൽ പോസ്റ്റിലാണ്. ആ സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചിട്ടാണ് ഈ സാധനം മറിയണത്. അപ്പൊ ഈ ബൈക്കാരൻ ഇവിടെ നിൽക്കുന്നതാണ്, നേരെ ബൈക്കാരന്റെ മേത്തേക്കാണ് വീണത്. പുള്ളി പയ്യെ വരികയാണ്, സിഗ്നൽ നിർത്തിയേക്കണല്ല, പുള്ളി പയ്യെ അവിടെ നിന്ന് വരുവാണ്. ചവിട്ടി പുള്ളി തന്നെ പെട്ടെന്ന് എന്താണെന്നുള്ള അറിയാൻ പറ്റാതെ പോയി. പുള്ളിക്ക് നേരെ പുള്ളിയുടെ മേത്തേക്കാണ് ഈ സാധനം അറിയണം. അത് ഇതിന്റെ മെയിൻ കാരണം നിങ്ങൾ ഈ റോട്ടിട്ടൊന്ന് നോക്കുക, അതും കൂടി നിങ്ങൾ എടുത്തോ. ഇത് കണ്ട ഈ ടാറ് കിടക്കണ എങ്ങനെയാണ്, നമ്മള് കണ്ടത്തിൽ കിടക്കണ ഇങ്ങനെ ഓളം തല്ലി കിടക്കണത്. അത് അവിടെ മുതലുണ്ട്. ഈ ഒരു മാസത്തിന് 2 മാസത്തിന് മുമ്പ് പ്രൈവറ്റ് വണ്ടി അവിടെ നിന്ന് വന്നിട്ട് അതുപോലെ ചവിട്ടിയിട്ട് കിട്ടായിട്ട് തിരിഞ്ഞു പോയ വണ്ടി. ആർക്കും ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. റോഡിന്റെ ഒരു പ്രശ്നം ഇതിനൊരു കാരണമായിട്ടുണ്ട്. ബസ് പഴയ വണ്ടിയാണ്. ബസ്സൊക്കെ ലോങ് സർവീസ് ഓടുന്ന വണ്ടിയൊക്കെ ഇങ്ങനെയാണ് ഓടിക്കുന്നത്. ടയറിനിങ്ങാട്ട് അതിന്റെ ടയറൊക്കെ നോക്കി എന്നിട്ട് ലോങ് സർവീസ് ഓടുന്ന വണ്ടിയൊക്കെ 3 അല്ല, എല്ലാവരും വണ്ടി പുതിയ വണ്ടികൾ മാറ്റിയിടും. ഇത് എത്ര വർഷം പഴക്കമുള്ളതുകൊണ്ട് ലൈലാൻഡിന്റെ സാധാരണ വണ്ടിയാണ് കാണണത്, അല്ലാണ്ട് ഡബിൾ ആക്സിൽ വണ്ടിയൊന്നും അല്ലല്ലോ. ചവിട്ടിയിട്ട് ഇട്ടാ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് അവൻ ചവിട്ടിയിട്ട് അത്യാവശ്യം വേഗതയിൽ തന്നെയായിരുന്നു വണ്ടി. അത്യാവശ്യം വേഗത ഉണ്ടാവും. എന്നുവെച്ചാൽ ഭയങ്കര ഓവർ സ്പീഡ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും വേഗത ഉണ്ടാവും. അല്ലെങ്കിൽ അമ്മാതിരി ഇടിക്കണ്ടല്ലോ. പൊതുവെ ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ വേഗത എല്ലാവരും വേഗത. ഇവിടെ ഈ ശരണ്യ ബസ്സൊക്കെ ഈ സർവീസിൽ കൂടി വന്നിട്ട് ഇവിടെ സിഗ്നൽ പോലും നോക്കാനാണ് അവന്മാർ പോണത്. ഓട്ടോറിക്ഷക്കാരാണ്, ബൈക്കാരാണ്, നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ആർക്കും ഒരു മൈൻഡില്ല, കടന്ന് അങ്ങോട്ട് പോകും. അപകട മേഖലയായിട്ട് മാറിയേക്കണേ ഇപ്പൊ സ്ഥലവേ നമ്മുടെ നിത്യമായിട്ട് അപകട മേഖലയായിട്ട് മാറിയേക്കണേ. സിഗ്നലിൽ കണ്ടാലും അത് യെല്ലോ ലൈറ്റ് വന്നാലും ശരിയാണ്, വണ്ടി ചവിട്ടി നിർത്താതെ അങ്ങോട്ട് കയറി പോകും. അടുത്ത വണ്ടി പെട്ടെന്ന് ചവിട്ടണം. സിഗ്നലിന്റെ ഒരു വിഷയമുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഹൈവേയുടെ ടാറിന്റെ വിഷയം ഉണ്ട്. അത് സിഗ്നലിൽ കൃത്യമായിട്ടുള്ള ഇതിൽ വീഴാനുള്ളത്, അത് പെട്ടെന്ന് യെല്ലോ കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഗ്രീൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് അപകടങ്ങൾ പറ്റണത്. പെട്ടെന്ന് ചവിട്ടുമ്പോൾ ബാക്കിൽ വന്ന വണ്ടി അതിന്റെ ബാക്കിലടിച്ച് ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടാറുണ്ട്. ആരെങ്കിലും അശാസ്ത്രീയപരമായിട്ടുള്ള ടാറിങ്ങാണ് ചെയ്തേക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുണ്ടും കുഴിയും PWD റോഡ് ഇതിലും നല്ലതായിട്ടാണ് പണിത്. NH മേടിക്കുന്നുണ്ട്. NH ചെയ്തേക്കുന്ന റോഡിന്റെ ഇത് കണ്ടില്ല, ഇത് ശരിക്കും നോക്കിയതാണ്.